അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ലാമ്പാണ്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിലാണ്. ഞാൻ 2 കോട്ട് വൈറ്റ് അക്രിലിക് കളറ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മെറി ബോയുടെ ഐസ്ക്രീം വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ടിന്നാണ്. അതും ഞാൻ വൈറ്റ് കളർ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ബ്രഷ്, ഫെവിക്കോള്. പിന്നെ ഇതൊരു മാരേജ് ഇൻവിറ്റേഷനാണ്. അപ്പോൾ അത് എനിക്ക് നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാൻ അതെടുത്തതാണ്. അത് ഇൻവിറ്റേഷൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് വനിതയിൽ നിന്ന് കിട്ടുന്നതോ ഏതെങ്കിലും പേപ്പറിൽ നിന്ന് നല്ല ഭംഗിയുള്ളത് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ ആ ഓരോ റോസ് ഫ്ലവേഴ്സായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഇൻവിറ്റേഷൻ ഒന്ന് നിവർത്തിയിട്ട് ഞാനങ്ങനെ ഓരോന്നായിട്ട് ഔട്ട്ലൈനിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെയൊക്കെ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിൽമേയും പിന്നെ ഐസ്ക്രീമിൻ്റെ ടിന്നുമേയും നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് അതിനുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ കാർഡ് ബോർഡ് പോലെയാണിത്, ഇൻവിറ്റേഷൻ്റെ കാർഡൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കട്ടി കുറയാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു തിൻ ലെയറാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്തൊന്നിങ്ങനെ പിന്നിൽ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് സൈഡിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു 2 ലെയർ പറിച്ച് കളയാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ലെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു തിന്നായിട്ടുണ്ട്. ഇനിയും അതും ഒരു 3 ലെയർ ഉണ്ട്, പക്ഷേ എനിക്കത് കളയാൻ ശരിക്കും അങ്ങോട്ട് പറ്റുന്നില്ല. എനിക്ക് അത്ര നെഗ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. പിന്നെ നമുക്കത് ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ശരിക്കും മോട്ട് പോഡ്ജ് തന്നെ വേണമെന്നൊന്നുമില്ല. എൻ്റെ മോട്ട് പോഡ്ജ് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ മോട്ട് പോഡ്ജ് എടുക്കാത്തത്. പക്ഷേ ഞാൻ ഫെവിക്കോൾ കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും തോന്നിയില്ല. അപ്പോൾ ജസ്റ്റ് എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഫെവിക്കോൾ വെച്ച് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മേലെയും ഒന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് ബ്രഷ് വെച്ചൊന്ന് സ്വൈപ്പ് ചെയ്യാം. ഇതും നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നുവെച്ചാൽ ഒരു അറേഞ്ച്മെൻറ്റും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതും ചെറുതും വലുതും അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 3 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ബാക്കി വരുന്നത് നോക്കി ഒട്ടിക്കാം. ഞാൻ ഈ ടിന്നുമ്മ സെൻറ്ററിലായിട്ട് 2 റോസ് ഫ്ലവേഴ്സിൻ്റെ ഒരു വലിയ പിക്കാണ് ഒട്ടിച്ചത്. അതിൻ്റെ ഉള്ളും ഇതൊക്കെ ആയിട്ട് കണ്ടേ ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടേ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്യാം അറ്റത്തൊക്കെ. അപ്പോൾ അത് ശരിക്കും നല്ലപോലെ നമുക്ക് ഒട്ടിയിരിക്കും. നമുക്കത് നമ്മുടെ ഒരു അറേഞ്ച്മെൻറ്റിൽ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളത് ഒട്ടിക്കുമ്പോൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. അവിടെ ഇതിന് കറക്റ്റായിട്ട് ഉള്ളൊരു ഇത് കിട്ടുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. എന്നുവെച്ചാൽ മറ്റേതിന് അത് മുകളിലേക്കായിട്ട് വരരുത്, കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ട് ചെയ്യണം. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പകുതി വൈറ്റ് അക്രിലിക് കളർ കൊടുത്തു വെച്ചിട്ടുണ്ട് സ്പോഞ്ച് വെച്ചിട്ട്. നമുക്ക് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യാം.
എനിക്ക് കൈ കൊണ്ട് ഫെവിക്കോൾ എടുക്കാനുള്ള മടിക്ക് ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് അതിൽ ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് മടിയായിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതേ നമുക്ക് ഈ ലേസ് ഫസ്റ്റ് വൈറ്റ് കളറ് മുകളിലും റെഡ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ കൊണ്ട് തന്നെ ഇത് നിന്നോളും. നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്ലെക്സ് കിക്കോ ഫെവി ബോണ്ടോ ഈ ഫെവിക്കോൾ കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത്. ഈ ഫെവിക്കോള് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആകുമ്പോൾ പിന്നെ നല്ലൊരു ഇതിൽ തന്നെ നിൽക്കും. നമുക്ക് അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നിൽക്കും. പ്ലാസ്റ്റിക്കുമേയും നിൽക്കുന്നുണ്ട്. ഞാൻ പ്ലാസ്റ്റിക്കുമ്പോൾ നിൽക്കുമോ ഗ്ലൂ ഗണ്ണ് വെക്കണമെന്ന് ആലോചിച്ചാണ്. പിന്നെ വേണ്ടാന്ന് വെച്ച് ഫെവിക്കോൾ കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്, നല്ലോണം നിൽക്കുന്നുണ്ട്. ഇതേ കണ്ട് ഇതുപോലെ ഒരു ലെയർ വൈറ്റും അതിൻ്റെ വൈറ്റ് കാണണം, അതിൻ്റെ മേലെ വെക്കരുത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ചിലപ്പോൾ ആ വൈറ്റിൻ്റെ ലേസ് കാണുന്നുണ്ടാവില്ല ശരിക്കും ക്യാമറയിൽ. തൊട്ട് മുകളിലായിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. എൻ്റെ ബോട്ടിൽ ഞാൻ ഈ ലാമ്പ് വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഹോളില്ല, ഇതുപോലെയാണ്. അപ്പോൾ അത് മുറിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വല്ല നമുക്ക് വടിയോ അങ്ങനെ എന്തെങ്കിലും ഇറക്കി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഹോളില്ല. അപ്പം ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു കുപ്പിയുണ്ട്, എന്തോ ജ്യൂസോ അങ്ങനെ എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ആ നെക്ക് പോർഷൻ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത്. കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നതും. നമുക്കത് നല്ല ഹോട്ടായിട്ടുള്ള ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം. നല്ല ഹോട്ടാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വയ്ക്കൊരു അപ്പോൾ ഹോട്ട് ഗ്ലൂ ആവണം. എന്നിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. ഞാൻ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചധികം ഗ്ലൂ തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.